നമ്മൾ പുറത്തു പോകാൻ പോവാണ്. ചപ്പറ പോലെ ഇരിക്കുന്ന മുടി നമുക്ക് സെറ്റാക്കാൻ ആരും പേടിക്കേണ്ട. എനിക്ക് ആകുള്ള പ്രശ്നം പുറത്തു പോകുമ്പോൾ മുടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മിക്ക സമയത്ത് ഞാൻ 2 ഭാഗത്തും മെടഞ്ഞിട്ടിട്ടാണ് പോകാറ്. പക്ഷേ ഹുഡീസിൻ്റെ ഒപ്പം 2 ഭാഗത്തും മെടഞ്ഞിട്ടാൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് എല്ലാ മുടിയും പൊക്കി കെട്ടുന്നതാണ് ഹുഡീസിന് മാച്ച് ആവുന്നത്. മാത്രമല്ല ഈ മുടി പൊക്കി കെട്ടാന്ന് പറയുന്നത് ഒരു പണിയുള്ള കാര്യമാണ്. അത് നിൽക്കത്തില്ല, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ ഞാനിപ്പോൾ വെളിച്ചെണ്ണ പോലെ തലയിൽ തേക്കുന്നത് സെറമാണ്. പക്ഷേ അത് കാണുമ്പോൾ ഞാൻ സ്കാൾപ്പിലൊക്കെ ആക്കുന്ന പോലെയുണ്ട്. പക്ഷേ ഇല്ല, ഞാൻ സ്കാൾപ്പിലാക്കിയിട്ടില്ല, ഹെയറുമ്മ മാത്രം ടച്ച് ആയിട്ടുള്ളൂ. ഇതെല്ലാം വാരി തേച്ചതിന് ശേഷമാണ് നമ്മുടെ സ്ട്രഗിൾ സ്റ്റാർട്ടാവുന്നത്. സത്യം പറഞ്ഞാൽ ചെറിയ മുടിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി. ഇപ്പോൾ എൻ്റെ ചെറിയ മുടിയാണെങ്കിൽ ഒന്ന് ചുരുട്ടി മേലെ വെച്ച് കഴിഞ്ഞാൽ മുടി അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. മുടി കെട്ടി വയ്ക്കാൻ ഭയങ്കര ഹാർഡാണ്. ലോങ് മുടിയാണെങ്കിൽ അത് ഒരുപാട് തവണ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മുടി മുറിച്ച് കളയാൻ തോന്നും. പക്ഷേ മുടി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സങ്കടമാവില്ലേ എന്നൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ മുടി വെട്ടിക്കളയാത്തത്. പിന്നെ മുടി മുറിച്ചാൽ നല്ല സങ്കടമാവുമെന്ന് എനിക്ക് നല്ല അനുഭവമുണ്ട്. കാരണം +2 ടൈമിൽ എനിക്കിപ്പോൾ ഉള്ളതിനെക്കാട്ടും ഇത്രയും കൂടെ ലെങ്ത്തിൽ മുടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് മുറിച്ച് കളഞ്ഞ് ഷോൾഡറിൻ്റെ കുറച്ച് താഴെയായിട്ട് വെട്ടിക്കളഞ്ഞു. അങ്ങനെ വെട്ടിക്കളഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എത്രത്തോളം വിഷമം, നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ മുടി വളർന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കില്ലാന്ന്. അതുവരെ ഇങ്ങനെ മുടി വളർത്തുമ്പോൾ അതിൻ്റെ സ്ട്രഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഇച്ചിരി സ്ട്രഗിൾ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. വീഡിയോയിൽ ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുള്ളെങ്കിലും ഞാൻ റിയൽ ലൈഫിൽ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായി. നിങ്ങൾ തന്നെ നോക്കുക, എൻ്റെ ഫ്രണ്ടിൽ ഇത്ര മുടി മാത്രമുള്ളെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ഈരേണ്ട ആവശ്യം പോലും വരുന്നില്ല, അഴിച്ചിട്ട് പോവാം. പക്ഷേ ഈ ബാക്കിലെ മുടി അഴിച്ചിട്ട് പോയാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. പോരാതെ നല്ല പോലെ ചെട പിടിക്കും. ബുദ്ധിമുട്ടാണ് ഗൈസ്, ബുദ്ധിമുട്ടാണ്. Bro, this is my last try. This is my last. I swear this is. That means I should just cancel the plan. It's all up to me because I'm not going with anyone. I have decided to go alone, so I don't have to tell nobody nothing. It's up to me if I should go outside or not. Okay, I think I got it. But I wanted this all up here. I did something. Nah, that is somewhere. What the fuck is that? Hey, maybe I should just... Oh my god, I got it. അങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് സ്ഥിരം പോകാറുള്ള മാളിലേക്ക് ഞാൻ പോയി. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഞാൻ അവിടെ കറങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മാളിലിങ്ങനെ ചുമ്മാ നടക്കുമ്പോൾ എനിക്ക് തോന്നി ആരെങ്കിലും ഒരാൾ എനിക്ക് ഫോട്ടോ എടുത്ത് തരാനുണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇങ്ങനെ സ്വയം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞാൻ ഉദ്ദേശിച്ച സാധനം 2 സാധനങ്ങൾ ഉദ്ദേശിച്ചാണ് ഞാൻ അവിടെ പോയത്. പക്ഷെ അത് രണ്ടും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് അവിടെ കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി KFCന്ന് ജന്മമുണ്ടെങ്കിൽ ഒരു ഫുഡും മേടിക്കരുത്. ഇത് വെറും പച്ചമാവായിരുന്നു, കടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിശപ്പുള്ളത് അത്രയും കഴിച്ചത്. ഈ ലാസ്റ്റത്തെ ഭാഗം കഴിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും വല്ല അസുഖം വരും. അതുകൊണ്ട് ഞാൻ അത്രയും ബാക്കി വെച്ചെന്ന് പറയാൻ പറ്റില്ല, അത് ആകെ ഇച്ചിരി ഉള്ളൂ. പക്ഷെ അത് പച്ചമാവാണ്, പച്ചമാവ്. പറയുമ്പോൾ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന കാര്യം പറയുമെങ്കിലും എനിക്ക് ഇത്രയും ബാക്കി വെച്ച്, കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള ഫുഡാണെങ്കിലും അത്രയും ബാക്കി വെക്കേണ്ടി വന്നു. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ വാട്ട് ടു ഡു. അങ്ങനെ ട്രയൽ റൂമിൽ കയറി. ഒരേ ഒരു ഡ്രസ്സ് മാത്രം അവിടെ കാണാൻ കൊള്ളാവുന്നത് ഞാൻ പല കടയിൽ കയറി ഇറങ്ങിയിട്ട് കണ്ടുള്ളൂ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളത്തില്ലായിരുന്നു. ആ ക്ലോത്ത് ഒക്കെ പൊട്ടയായിരുന്നു. അത് ഞാൻ അതെടുത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഊബർ ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കെ ഈ വീഡിയോ നല്ല രസമുണ്ടായിരുന്നു. സണ്ണിൻ്റെ ആണോ എന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു വീഡിയോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ പിടിച്ചു. ഇനി ഈ വീഡിയോ ഒന്ന് കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയായി പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അബുവിന് എന്നെ കണ്ട് മനസ്സിലായില്ല. അവൻ പേടിച്ചോടി. കാരണം ഞാൻ ഇങ്ങനെ പുറത്ത് പോയിട്ട് അകത്തേക്ക് കയറി വരുന്നത് യൂഷ്വലായിട്ടുള്ളൊരു കാഴ്ചയല്ലാത്തതുകൊണ്ട്. പിന്നെ ഞാനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അത്രയും കാറ്റത്തും ഇതുവരെ അഴിഞ്ഞു പോകാതെ പിടിച്ചെന്ന് ഈ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം.